നമുക്കിനി ചന്ദനത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ചന്ദനം ചന്ദനം എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു ലീഗൽ ആസ്പെക്ട് മൈൻഡിലേക്ക് വരും. ഈ ചന്ദന കൃഷിയൊക്കെ ശരിക്കും എത്രമാത്രം ഇവിടെ പോസിബിൾ ആണ്, അതിനുള്ള റൂൾസ് എന്തൊക്കെയാണ്? ഇത് 1792 ടിപ്പു സുൽത്താൻ നമ്മുടെ രാജ്യം ഭരിച്ചിരുന്നപ്പോൾ ഒരു രാജകീയ വൃക്ഷമായിട്ട് കൺസിഡർ ചെയ്ത മരമാണ് ചന്ദനം. ഇത് അന്ന് രാജാക്കന്മാരുടെ കോമ്പൗണ്ടിൽ മാത്രമേ വെക്കാൻ പാടുള്ളൂ. അതിനൊരു കാരണം പറയണത് ഇത് ഓക്സിജൻ കണ്ടന്റ് കൂടുതലുള്ള ഒരു വൃക്ഷമാണ് ചന്ദനം. അതായത് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള സസ്യമാണ്. ഇത് മറ്റുള്ള അടിയാളന്മാരുടെ സ്ഥലത്തുണ്ടെങ്കിൽ വെട്ടി രാജാവിന് കൊടുത്തോളണം. ഇതായിരുന്നു അന്നത്തെ നിയമം. അതുകൊണ്ട് തന്നെ അന്ന് പാലിച്ചത് അതേ നിയമം തന്നെയാണ് 2002 വരെ. നമ്മുടെ ആരുടെയും വീട്ടിൽ ചന്ദനം വെക്കാൻ പാടില്ല, അത് ഇല്ലീഗലായിരുന്നു. പക്ഷെ 2002 പറഞ്ഞു, നിയമം കൊണ്ടുവന്നു, എല്ലാവരും വീട്ടിലും ചന്ദനം വെച്ചോ. പക്ഷെ ഒറ്റ കണ്ടീഷനുള്ളൂ, പുറത്ത് വിൽക്കാൻ പാടില്ല. അത് രാജാവിന് എന്ന പോലെ ഗവൺമെൻറ് കൊടുത്തോളണം. അതിൻ്റെ റേറ്റിൻ്റെ 30% ഗവൺമെൻറ് എടുത്തിട്ട് 70% നമുക്ക് തരും. ഇതായിരുന്നു 2002. ഇത് കാലം മാറി 2017 വന്നപ്പോഴാണ് 100% പൈസ കസ്റ്റമർക്ക് തന്നെ തരാം, അതിനുള്ള നിയമം കൊണ്ടുവന്നു. പക്ഷെ അപ്പോഴും മുറിക്കാൻ പാടില്ല. ആ സമയത്ത് ഉണ്ടായിരുന്ന നിയമം എന്ന് വെച്ചാൽ മുറിക്കാൻ സമയമാകുമ്പോൾ ഫോറസ്റ്റിനെ അറിയിക്കണം, ഫോറസ്റ്റ് തഹസിൽദാരിനെ അറിയിക്കും, തഹസിൽദാർ ടീമും വന്ന് അവർ വന്ന് മുറിച്ചുകൊണ്ട് പോകും. എന്നിട്ട് കിലോ നോക്കിയിട്ട് ആ എമൗണ്ട് പ്രോപ്പർട്ടി ഓണർ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഇതായിരുന്നു. പക്ഷേ കഴിഞ്ഞ ഒക്ടോബറിൽ ഒരു നിയമം കൂടെ വന്നു, ചന്ദനം നമുക്ക് തന്നെ മുറിക്കാം. കഴിഞ്ഞ ഒക്ടോബറിൽ അത് മുറിച്ചിട്ട് അതാത് ഡിപ്പോളിൽ കൊണ്ടു കൊടുക്കാം. അപ്പം തന്നെ പകുതി പൈസ കിട്ടും, ബാക്കി ലാരം ചെയ്ത് ബാക്കി പൈസ കിട്ടുമെന്നുള്ള പുതിയ നിയമം കൂടെ വന്നിട്ടുണ്ട്. കേരള ബഡ്ജറ്റിലൊക്കെ ചന്ദനത്തിന്റെ ഇത് വന്നിട്ടുണ്ടല്ലോ. നിർമ്മല സീതാരാമൻ 2000 കോടി രൂപയാണ് ഈ ചന്ദന കൃഷിക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ളൂ. ഇത് കേരളത്തിന് ആകെ 50 കോടി കിട്ടിയിട്ടുണ്ട്. കാരണം എന്താ പറയുക, കേരളത്തിൽ ആരും തുടങ്ങിയിട്ടില്ല. ഇപ്പം ഇന്ന് നമ്മുടെ ഗൂഗിളിൽ കയറിയിട്ട് സാൻഡൽവുഡ് പ്ലാന്റേഷൻ ഇൻ കേരള എന്ന് അടിച്ചാൽ കേരളത്തിൽ 2 സ്ഥലമുള്ളൂ. ഒന്ന് 57,000 ചന്ദനമരങ്ങളുള്ള മറയൂരത്തെ ഗവൺമെൻറ് പ്രോപ്പർട്ടി, 2 ജസ്പേഡിൻ്റെ വയനാടത്തെ പ്രോപ്പർട്ടി. ഈ 2 പ്രോപ്പർട്ടി മാത്രമേ ഇവിടെയുള്ളൂ. ഇത് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പ്രോജക്റ്റ് ആണല്ലോ. ഇപ്പോൾ പറഞ്ഞതുപോലെ കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ പ്രോപ്പർട്ടി അല്ലാതെ ചന്ദനത്തിൽ വരുന്ന ഒരു പ്രോപ്പർട്ടി ജസ്പേഡിൻ്റെ ആണ്. എങ്ങനെയാണ് ഈ ഒരു ആശയത്തിലേക്ക് എത്തുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടെ ചന്ദനമുണ്ട്, സ്ഥലമുണ്ട്, എല്ലാം ഉണ്ട് ഇവിടെ. അതിന് ഞങ്ങളൊന്ന് റിസ്ക് എടുക്കാൻ തയ്യാറായെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് 100 പേരെടുത്ത് കഴിഞ്ഞാൽ 50% ആളുകളും പോവർട്ടി, ദാരിദ്ര്യരേഖയിൽ താഴെ എന്ന് പറയും. 30% മിഡിൽ ക്ലാസ്സാണ്. 16% പ്രീമിയം ആളുകൾ, അതിൽ വരെ ഡോക്ടേഴ്സും ബിസിനസ്സുകാരുടെ കയ്യിൽ വരുന്നത്. പിന്നെയുള്ള 4% അൾട്രാ പ്രീമിയം. നേരത്തെ പറഞ്ഞ യൂസഫ് അലിക്കയും രവി പിള്ള, അവരൊക്കെ അൾട്രാ പ്രീമിയം. ഇതിൽ ഈ 50% ആളുകളെ സംരക്ഷിക്കാനായിട്ട് അവർ ദരിദ്രരാ. അവർക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. കാരണം അവരെ സഹായിക്കാൻ സർക്കാരുണ്ട്, സർക്കാർ ഹോസ്പിറ്റലുണ്ട്, സർക്കാർ സ്കൂളുണ്ട്, റേഷൻ കടയുണ്ട്, അല്ലേ? ഇതൊക്കെ റെഡിയാണ്. അവർക്ക് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല. അവരെ സംരക്ഷിക്കാൻ സർക്കാരുണ്ട്. ഈ 4% 16% അവരുടെ കയ്യിൽ കാശുണ്ട്. ഈ 30% മിഡിൽ ക്ലാസ് ഉണ്ട്. ഇവരെ സംബന്ധിച്ച് ഇവർക്ക് BPL എന്ന് വെച്ചാൽ BPL അല്ല, കയ്യിൽ പൈസ ഉണ്ടോ, പൈസ ഇല്ല. മനസ്സിലാക്കണം കേട്ടോ. സർക്കാരിൻ്റെതും ഇല്ല, മറ്റു രണ്ടും ഇല്ല, വലിയ ഇൻകം കിട്ടുന്നില്ല. ഇവർക്ക് വേറെ പ്രോബ്ലം എന്ന് വെച്ചാൽ സമൂഹത്തിൽ നല്ല ഡ്രസ്സ് ഇടണം, നല്ല വീട് വേണം, നല്ല കാറ് വേണം, അല്ലേ? ഇതൊക്കെ ഇവർക്ക് ആഗ്രഹമുണ്ട്. അപ്പം അത് ഒരു മെയിൻറ്റെയിൻ ചെയ്ത് ജീവിക്കാൻ വേണം. ഒരു കല്യാണം പിടിച്ചാൽ തന്നെ എന്തെങ്കിലും കൊടുത്തില്ലെങ്കിൽ അത് പ്രശ്നമായി. അപ്പം ഏറ്റവും കൂടുതൽ ലോണുകൾ എടുക്കുന്ന വിഭാഗം ഇവരാണ്. ബാങ്കിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഏറ്റവും കൂടുതൽ ബാങ്കിൽ ഡിപ്പെൻഡ് ചെയ്യുന്നതും ഈ മിഡിൽ ക്ലാസ് ആണ്. വീട് വാങ്ങാൻ കാറും. കാരണം സമൂഹത്തിൽ ആ ഒരു പ്രസ്റ്റീജ് മെയിൻറ്റെയിൻ ചെയ്യണമല്ലോ. അപ്പം ഇവിടെ മറ്റൊരു കണക്കിൽ സൂചിപ്പിക്കുന്നത് 10 വർഷത്തിന് ശേഷം ഈ മിഡിൽ ക്ലാസ് എന്ന വിഭാഗം തുടച്ചു നീക്കപ്പെടുന്നവരാണ്. റീസൺ, ഇവിടെ എക്സ്പെൻസ് ഓരോ ദിവസം കൂടിക്കൊണ്ടിരിക്കുക, സാധനങ്ങളുടെ വില, അതിനനുസരിച്ച് ഇൻകം കൂടുന്നില്ല. അപ്പം ഇന്ന് ഒരു മിഡിൽ ക്ലാസ് ആയിരുന്ന വ്യക്തിക്ക് 2 ചോയ്സേ ഉള്ളൂ. ഒന്നുമില്ലെങ്കിൽ ഹൈ ക്ലാസ് ആവണം, അല്ലെങ്കിൽ ലോ ക്ലാസ് ആവണം. ഏത് വേണമെന്ന് ചിന്തിക്കാനുള്ള സമയം ഇപ്പോഴാണ്. അത് ചിന്തിക്കാൻ ആ ചിന്തിക്കുമ്പോൾ വെറുതെ ചിന്തിച്ചാൽ പോരല്ലോ, എന്തേലും മുന്നിൽ വേണം. അതിനുള്ള പ്രൊജക്റ്റാണ് ഞങ്ങൾ റെഡിയാക്കി കൊടുക്കണം. അത് അവർക്ക് ബോധ്യപ്പെട്ടാൽ
ഓക്കെ. ഇല്ലെങ്കിലോ അവരും നാളെ നേരെ താഴത്തേക്ക് ലോ ക്ലാസ്സിലേക്ക് മാറ്റപ്പെടും. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഓരോ റേറ്റ് നിങ്ങൾ നോക്കുക അല്ലേ? ഓരോ മാസം ഇപ്പോൾ ഒരു ചെറിയ ഫാമിലിക്ക് ഇപ്പം മാസം ജീവിക്കാൻ എത്ര രൂപ വേണം? ഒരു 10,000 20,000 വേണ്ടേ? പണ്ട് 1 രൂപയ്ക്ക് ആൾക്കാർ ഇവിടെ ജീവിച്ചിരുന്നു, 10 രൂപ ജീവിച്ചിരുന്നു അല്ലേ? ആ കാലമൊക്കെ മാറിയില്ലേ? അപ്പം ഇനി പോകും തോറും നമ്മളൊന്ന് മാറി ചിന്തിച്ചില്ലെങ്കിൽ, അപ്പം ഞങ്ങൾ ചിന്തിച്ചു അതിനു വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ 28,000 കോടീശ്വരന്മാരെ സൃഷ്ടിക്കാനുള്ള ഈ ഒരു പ്രൊജക്റ്റ്, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊജക്റ്റ് തുടങ്ങിയത്. അപ്പം നിങ്ങൾ പറഞ്ഞ പോലെ ആട് തേക്ക് മാഞ്ചിയം വീരപ്പൻ്റെ കൂടെ കുറച്ച് നെഗറ്റീവ് കഥാപാത്രങ്ങൾ മാറ്റി വെച്ചാൽ ഞങ്ങൾക്കറിയാം ഈ പ്രൊജക്റ്റ് അത്ര കണ്ട് ജനങ്ങൾ ഏറ്റെടുക്കുന്നുള്ളത്. അതുകൊണ്ടാണ് റിസ്ക് ഉണ്ടായിട്ട് പോലും ഈ പ്രൊജക്റ്റ് തുടങ്ങാൻ കാരണം. അപ്പോൾ ഈ ഒരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സാർ മാത്രമാണോ അതോ പാർട്ട്നേഴ്സ് എങ്ങനെയാണ്? അല്ല, ഞങ്ങൾ എൻ്റെ ബ്രദർ ഉണ്ട്, ഞങ്ങൾ 25 വർഷമായിട്ട് ഒരുമിച്ച് തന്നെയാണ്. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി എടുത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. വേറെ പുറത്തുനിന്നുള്ള പാർട്ട്നേഴ്സ് ഒന്നുമില്ല. ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ സ്വയം പ്രയത്നം കൊണ്ട് ഉണ്ടാക്കിയ പണം കൊണ്ട് തന്നെയാണ് ഞങ്ങൾ തുടങ്ങിയിട്ടുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചില ആളുകളൊക്കെ പറയുന്നുണ്ട് ഞങ്ങൾക്ക് വയനാട്ടിൽ ഭൂമിയില്ല, ചുമ്മാ പറയുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം മറ്റൊരു ഓൺലൈൻ ചാനലും ചോദിച്ചിരുന്നു നിങ്ങൾക്ക് ഭൂമിയൊന്നും ഇല്ലല്ലോ എന്ന്. ഞങ്ങൾ ആദ്യം ചെയ്ത് ഞങ്ങളുടെ പേരിലുള്ള ഭൂമിയുടെ ആധാരം അയച്ചു കൊടുക്കാം. അപ്പം ഞങ്ങൾ ആദ്യം ചെയ്തതും ഓരോ ഭൂമി എടുക്കുന്നു, അത് വിൽക്കുന്നു, വീണ്ടും വാങ്ങുന്നു. അപ്പം ഞങ്ങളുടെ കയ്യിലുള്ള പൈസ കൊണ്ട് ഞങ്ങൾ ആ ഭൂമി വാങ്ങിയിട്ട് അത് കസ്റ്റമർക്ക് മുറിച്ച് വിറ്റ് പോവുക ചെയ്യണത്. പിന്നെ ചില കേസിൽ മാത്രം ജോയിന്റ് വെഞ്ചർ വരാറുണ്ട്, അതും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ 28,000 പേരെ കോടീശ്വരരാക്കണമെങ്കിൽ 28,000 പ്ലോട്ട് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അല്ലെ? 5 സെന്റിന്റെ 28,000 പ്ലോട്ട്. അപ്പൊ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഇൻവെസ്റ്റേഴ്സിനെ കിട്ടുക എന്നുള്ളത് അത്ര എളുപ്പമല്ലല്ലോ. അതിനൊരു മാർക്കറ്റിംഗ് ടെക്നിക്ക് വേണ്ടേ? തീർച്ചയായിട്ടും. എന്താണ് അതൊരു? അതിൽ ഞങ്ങൾ ചെയ്യണത്, ഇവിടെ ഏറ്റവും കൂടുതൽ ഇത് ഒറ്റയ്ക്ക്, അതായത് 28,000 പ്ലോട്ട് എനിക്കും എൻ്റെ ബ്രദറിനോ ഒന്നും വെറുതെ ഇരുന്നാൽ വിൽക്കാൻ പറ്റില്ല. അതും മറ്റു പരസ്യം കൊടുത്താലൊന്നും ഇത് പെട്ടെന്ന് വിറ്റഴിക്കാൻ പറ്റില്ല. അപ്പം ഞങ്ങൾ ചെയ്യുന്നത്, ഞങ്ങളുടെ കൂടെയുള്ള 25 കൊല്ലത്തിയ ഒരുപാട് പേര് ഞങ്ങളുടെ കൂടെ പ്രവർത്തിക്കുന്നവരുണ്ട്. അവരെ വെച്ചുകൊണ്ട് തന്നെ ഒരു റെഫറൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു രീതിയുടെ കൊണ്ടുവന്നേക്കാണ്. അവരുടെ കോണ്ടാക്ട് എടുത്തുകൊണ്ടാണ് ഞങ്ങളത് മാർക്കറ്റ് ചെയ്ത് മുന്നോട്ടേക്ക് പോണത്. ഓക്കെ. അപ്പോൾ ഇതിൽ എത്ര എംപ്ലോയീസ് ഈ ഒരു പ്രോജക്റ്റുമായിട്ട് ഉണ്ട്? ഇപ്പോൾ നിയറസ്റ്റ് 1000 പേർക്ക് താഴെയുള്ള ഒരു വലിയ ബറ്റാലിയൻ ടീം ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഈ ചന്ദനം വെക്കാനും നേരത്തെ പറഞ്ഞതുപോലെ ചന്ദനത്തിന് സപ്പോർട്ടീവായിട്ട് കുറെ ചീര വേണം ഇതൊക്കെ പറഞ്ഞു, അത്രയും മാൻ പവർ അവിടെ ആവശ്യം. ഇപ്പൊ 1000 താഴെയുണ്ട്. അതായത് കൃഷിയിടത്തിലേക്കും മറ്റുള്ള ഇപ്പൊ JCB അങ്ങനെ അത് വേറെ, പിന്നെ ഇതിന്റെ മാർക്കറ്റിംഗ് വേറെ, സെയിൽസ് വേറെ, പിന്നെ ഓഫീസിൽ ഓപ്പറേഷൻ, അങ്ങനെ എല്ലാം കൂടി ഒരു 1000 താഴെയുണ്ട്. ഇത് ഒരു വർഷം കഴിഞ്ഞാൽ ഒരു 2000 3000 മെമ്പർമാർക്ക് വരെ ജോലി കൊടുക്കാൻ പറ്റും ഞങ്ങൾക്ക്. അപ്പോൾ ഒരുപാട് പേര് ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരുപാട് പേര് ഉണ്ടെന്ന് മാത്രമുള്ളതല്ല, ഇവരൊക്കെ ലൈഫിൽ ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റും. മറ്റേത് ജോലിക്ക് പോയിട്ട് ശമ്പളം മേടിച്ചിട്ട് എന്താവാനാണ് അല്ലേ? ഇവിടെ പല സ്ഥാപനങ്ങൾക്ക് ജോലിയുടെ പ്രസ്റ്റീജാണ്. ഞാൻ ഇന്ന സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നുണ്ട്, എന്നിട്ട് ജോലി ചെയ്തിട്ട് സ്ഥാപനത്തിന് മുതലാളി നന്നാവും, നീ നന്നാവുമോ? ഈ 15,000 20,000 30,000 ശമ്പളം കിട്ടിയിട്ട് എന്തിനാണെന്നേ? ചെലവ് കഴിഞ്ഞു പോകാനോ? അപ്പം ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയം, നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള, സമ്പന്നനാകാനുള്ള അവസരം. 2 ലക്ഷവും 3 ലക്ഷം, ഇപ്പം ഞങ്ങൾ ഈ കമ്പനിയിൽ തന്നെ 3 lakhs എബവ് വാങ്ങുന്ന ഒരുപാട് പേര് ഇവിടെയുണ്ട്. അവിടേക്കാണ് ഞങ്ങൾ ഇവരെ കൈപിടിച്ച് കൊണ്ടുപോകുന്നത്. ഇതിപ്പോൾ 12 ലക്ഷം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താലാണ് നമുക്ക് ഇതിന്റെ ഒരു പാർട്ടാവാൻ പറ്റുന്നത്. ഇപ്പം എല്ലാവരുടെ കയ്യിലും 12 ലക്ഷം ഉണ്ടാവണം എന്നില്ല. ഇപ്പം നേരത്തെ പറഞ്ഞ സോക്കോൾ മിഡിൽ ക്ലാസ്സിന് നാളെ ഒരു ഹൈ ക്ലാസ്സിലേക്ക് മാറാൻ ഇത്രയും ഇൻവെസ്റ്റ് ചെയ്യാൻ ഇപ്പോൾ ഇല്ല. പക്ഷേ അവർക്ക് മേ ബി അത് തന്നു തീർക്കാൻ പറ്റും എന്നുള്ളവരാണെങ്കിൽ അവർക്ക് വേണ്ടി എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? തീർച്ചയായിട്ടും. ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾ മിഡിൽ ക്ലാസ്സിനെ രക്ഷപ്പെടുത്താനെന്ന് പറഞ്ഞിട്ട് 12 ലക്ഷം ഉള്ളവർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞാൽ അത് ശരിയല്ലല്ലോ. അപ്പം ഞങ്ങൾ അതിനും ഒരു സൊല്യൂഷൻ കണ്ടേക്കണത്, 15,000 രൂപ വെച്ചിട്ട് മന്തിൽ അടച്ചാൽ മതി 80 മാസം കൊണ്ട്, വിത്തൗട്ട് ഇൻട്രസ്റ്റ്. നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഭൂമി പലിശ ഇല്ലാതെ കൊടുക്കുന്നു. അതും ഈ പ്രൊജക്റ്റിന്റെ ഒരു ഹൈലൈറ്റ് ആണ്. ഓക്കെ. അതിൽ സാധാരണ ഒരു ഭൂമി വാങ്ങണ പോലെ കരാർ എഴുതിയിട്ട് ആ കരാർ റിന്യൂ ചെയ്യുന്നു. അങ്ങനെ പുതുക്കി അവർക്കത് രജിസ്റ്റർ നിങ്ങൾ കൊടുക്കണം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. മറ്റൊരു പ്രത്യേകത, ഇതിൽ ഒരു വർഷം EMI അടച്ചാൽ തന്നെ ആ 15,000 അടച്ചവർ ഒരു വർഷം അപ്പോൾ തന്നെ ചന്ദനത്തിൽ നടണം, മുഴുവൻ കഴിഞ്ഞിട്ടല്ല. അപ്പോൾ പൈസ അടയ്ക്കുന്നു, തൈ വളരുന്നു. ഓക്കെ. അങ്ങനെ 80 മാസം കൊണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ 6 വർഷം പ്രായം എത്തിയിട്ടുള്ള ചന്ദന മരങ്ങൾ ഒരു ഭൂമിയിലുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. അതാണ്
ഓക്കെ. ഈ നമുക്ക് പാർക്കാൻ ചന്ദനത്തോപ്പുകൾ എന്ന് കേട്ടു. അപ്പോൾ നമുക്ക് പാർക്കാൻ എന്ന് പറയുമ്പം അവിടെ ഒരു സ്റ്റേ ആണ് എൻ്റെ മൈൻഡിലേക്ക് വന്നത്. അത് എങ്ങനെയാണ്? അതായത് 5 സെന്റാണ് ഞങ്ങൾ ഓരോരുത്തർക്ക് കൊടുത്തുകൊണ്ടിരിക്കണം. അത് കൂടുതൽ വേണമെങ്കിൽ 10 സെന്റ് എടുക്കണം, അല്ലെങ്കിൽ 15. ഇപ്പൊ നാട്ടിൽ കസ്റ്റമർ 3 എടുത്തു, 15 സെന്റ്. അപ്പൊ ഇവിടെ ഈ 5 സെന്റ് ഇപ്പൊ ചിലർ ചോദിക്കുന്നില്ല. ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ 10 കൊല്ലം കാത്തിരിക്കേണ്ടത്. പക്ഷെ അതിനുള്ളൊരു ആൻസറാണ് 5 സെന്റ് ഭൂമി. അതായത് 1 സെന്റ് ഭൂമിയിൽ 4 മരങ്ങളെ നടാൻ പറ്റും. കാരണം ഇതിന് 10 അടി ഗ്യാപ്പ് വേണം ഓരോ മരങ്ങൾ തമ്മിൽ വലുതാവുമ്പോൾ. അപ്പോൾ 1 സെന്റിൽ 4 അപ്പൊ 5 സെന്റിൽ 20 അപ്പൊ ഞങ്ങൾ ചെയ്യണത് 4 സെന്റിൽ 4 വെച്ച് 16 തൈ നടും. 1 സെന്റ് ബാക്കിയുണ്ടാവും. കറക്റ്റ് നടുവിലായിട്ട് ഒരു 400 സ്ക്വയർ ഫീറ്റിന്റെ കോട്ടേജ്, ഒരു 3 സ്റ്റാർ ഫെസിലിറ്റീസ് ഉള്ള കോട്ടേജ് ആണ്. ഒരു ബെഡ്റൂം, ഒരു ചെറിയ ഹാള്, ചെറിയ കിച്ചണൊക്കെ ആയിട്ട് ഒരു 3 സ്റ്റാർ സെറ്റപ്പ് ഉള്ള കോട്ടേജ്. ഇത് ഞങ്ങൾ തന്നെ പണിത് കൊടുക്കണവർക്ക് ഈ പറഞ്ഞ ചന്ദനമല ഇടയിൽ. ഇത് പ്രൊജക്റ്റ് ഞങ്ങൾ പണിതിട്ട് കസ്റ്റമർക്ക് വിൽക്കും. മേമന് വേണേൽ വിൽക്കും. അതിന്റെ റേറ്റ് 40, 45, 50 ലക്ഷം രൂപ പ്രൈസ് വരുന്നുണ്ട്. അപ്പൊ ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ 3 ടൈപ്പിലുള്ള കോട്ടേജസ് ഉണ്ട്. അതും നിങ്ങളുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് തരും. അപ്പൊ നിങ്ങളുടെ കോട്ടേജ് ആയി, നിങ്ങളുടെ സ്ഥലമായി. ഓക്കെ. ഇനി ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് സ്വന്തമായിട്ട് വാടകയ്ക്ക് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ഞങ്ങൾ ഇത് റെന്റ് ഔട്ട് ചെയ്യാം. അപ്പൊ അതിനും ഒരു ചെറിയ പെർസെൻറ്റേജ് ഞങ്ങൾ സർവീസ് ചാർജ് ആയിട്ട് എടുക്കും. അപ്പൊ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആശയം, ഒരു കോട്ടേജ് വാങ്ങിക്കഴിഞ്ഞാൽ ആഫ്റ്റർ 6 മന്ത് ഇത് ഞങ്ങൾ തന്നെ റെന്റ് ഔട്ട് ചെയ്തിട്ട് ഏറ്റവും കുറഞ്ഞത് 1 ലക്ഷം രൂപ വരെ, അല്ലെ 1 ലക്ഷം രൂപയെങ്കിലും നിങ്ങൾക്ക് വാടക കിട്ടാവുന്ന രീതിയിൽ ഞങ്ങളിത് മാർക്കറ്റിംഗ് സ്റ്റാഫിന് വെച്ചുകൊണ്ട് അതോടൊപ്പം ഓൺലൈൻ ചാനൽ വഴി തന്നെ ഞങ്ങൾ മാർക്കറ്റ് ചെയ്യണം. അപ്പൊ എന്താ ഗുണം, ഇവിടെ ഒരു 40 ലാക്ക് അല്ലെങ്കിൽ 45 ലാക്സ് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മന്ത്ലി 1 ലക്ഷം കിട്ടുന്നു. 40 മാസം കൊണ്ട് എന്തായി, ഇൻവെസ്റ്റ് ചെയ്ത പൈസ തിരിച്ചും കിട്ടി. ഒരു 10 വർഷം കഴിഞ്ഞാൽ അതിൽ 16 ചന്ദന മരങ്ങളുണ്ട്. അതും കുറിച്ച് ഗവൺമെന്റ് കൊടുക്കുമ്പോഴോ ഒരു 3 CR വരാൻ പോകുന്ന കണക്കനുസരിച്ച് അതും നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ അതും കുറിച്ച് വിറ്റാൽ 5 സെന്റ് ഭൂമി അവിടെയുണ്ട്, കോട്ടേജ് അവിടെയുണ്ട്. ആലോചിച്ച് നോക്കി, അതും ഒരു വലിയ പ്രോഫിറ്റ് ഉള്ള കാര്യമാണ്. അപ്പൊ ഞങ്ങൾ എന്താ ചോദിച്ചാൽ 5 ഏക്കർ ഭൂമി, ഇപ്പൊ പുതിയ പ്രൊജക്ട് വന്ന 5 ഏക്കർ ഭൂമിയിൽ നിയറസ്റ്റ് ഒരു 90 കോട്ടേജസാണ്. അപ്പൊ അതിന് ഞങ്ങൾ ഈ ചന്ദനമരയുടെ ഇടയിൽ കോട്ടേജ് വരുമ്പോൾ ഇത് ലോകത്തിൽ ആരും ചെയ്തിട്ടില്ല. അപ്പൊ ഞങ്ങൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് യൂറോപ്യൻസിനാണ്. അപ്പൊ ഇവരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന്, മറ്റൊരു പ്രത്യേകത വയനാട് ഉണ്ട് കേട്ടോ. ഇപ്പൊ വയനാട് ഇത്ര ലാൻഡ് സ്ലൈഡ് കഴിഞ്ഞിട്ട് മിക്ക ആളുകളും വയനാട്ടിലെ ടൂറിസം മേഖല സ്റ്റക്കായി നിൽക്കുക. അപ്പൊ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് വയനാട്ടിലേക്ക് ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനും കൂടിയിട്ടുള്ള ഒരു മാർഗം. ഇപ്പൊ നിങ്ങൾക്ക് അറിയോന്നറിയില്ല, ഞങ്ങൾ വയനാട് ഒരുപാട് കൃഷിഭൂമിയുണ്ട്. പക്ഷേ ഞങ്ങൾ വാങ്ങുന്ന മിക്ക ഭൂമികളുടെ ആധാരം ബാങ്കിലാണ്. അവിടെയുള്ള കർഷകരെല്ലാം കടക്കണിയിലാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് ഭൂമി വാങ്ങിയ ഒരു ലിസിയാമ്മ, അവരെ സംബന്ധിച്ച് വീടിരിക്കുന്ന ഭൂമി വരെ ബാങ്കിൽ ജപ്തിയുടെ വക്കത്താണ്. ആ സമയത്ത് ഞങ്ങൾ ചെന്ന് 1.5 ഏക്കർ വാങ്ങാം. അവരെ ഭൂമി എല്ലാം ബാങ്കിൽ നിന്ന് എടുക്കുന്നു. അങ്ങനെ അവർ മൊത്തത്തിൽ റിലീഫായി. ഇന്ന് അവർക്ക് പുതിയ ജീവൻ കിട്ടി. എന്നിട്ട് ഞങ്ങളെ തന്നെ 5 പ്രോപ്പർട്ടിയിൽ വാങ്ങുകയും ചെയ്തു. അപ്പൊ എന്താ ഗുണം, ഇവർക്ക് ഇതിനേക്കാൾ കൂടുതൽ പൈസ നാളെ കിട്ടുകയും ചെയ്യും. ഞങ്ങൾക്ക് 1.5 ഏക്കർ തന്നു നഷ്ടമില്ല. അതിനേക്കാൾ 5 സെന്റ് ഭൂമി വാങ്ങിയപ്പോൾ 10 കൊല്ലം കഴിഞ്ഞാൽ ഇതിന്റെ ഇരട്ടികൾ അവർ കിട്ടാൻ വേണ്ടി പോകണം. അപ്പോൾ അങ്ങനെയുള്ള കർഷകരെ ഞങ്ങൾ രക്ഷപ്പെടുത്തി എന്നുള്ളതാണ്. കടക്കിണിയിലുള്ള കർഷകരെ രക്ഷപ്പെടുത്തി. ഇനി മാത്രമല്ല, ഇതിലൂടെ ഇപ്പോൾ ഓരോ പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ ലക്ഷങ്ങളും കോടികളാണ് ഞങ്ങൾ അവിടെ കൊടുക്കുന്നത്. ഈ പൈസ എവിടേക്കാ? വയനാട്ടിലേക്കാ. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഏകദേശം 12 ബസ്, പിന്നെ 8 ട്രാവലർ, ഒരുപാട് കാറുകൾ ഞങ്ങൾ തറക്കല്ല് ചടങ്ങിന് പോയിരുന്നു. ഏകദേശം 600ഓളം പേരാ. ഈ 600 പേര് വയനാട്ടിൽ ചെല്ലുമ്പോൾ എത്ര പൈസ അവിടെ ചെലവാക്കുന്നുണ്ട് അല്ലേ? അപ്പൊ ഇങ്ങനെ വയനാടിന് ഒരു കൈത്താങ്ങായിട്ടും ഞങ്ങളുടെ പ്രൊജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഒരുപാട് വിദേശ പണം നമ്മുടെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ്. ഇതിലൂടെ എനിക്ക് തോന്നുന്നു കേരളത്തിനെയും നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും. ഇപ്പോൾ ഞാൻ 3360 കോടി പറഞ്ഞില്ലേ, ഇതിൽ ഞങ്ങൾ മെയിൻ ഫോക്കസ് ചെയ്യുന്ന ഏരിയ 1 ഇന്ത്യയും, 2 UAE, 3 KSA സൗദി അറേബ്യ. ഇപ്പൊ ഇവിടെ നിന്നുള്ള വിദേശ പണം ഇവിടേക്ക് എത്തിക്കാനായിട്ട് ഇപ്പൊ ഞങ്ങളുടെ ഫസ്റ്റ് കോട്ടേജ് ബുക്ക് ചെയ്തത് ഒരു ദുബായിലുള്ളൊരു വ്യക്തിയാണ്. അപ്പൊ മനസ്സിലാക്കേണ്ട കാര്യം, ഇനി അവിടെ നിന്നുള്ള പണം നമ്മളിലേക്ക് ഇങ്ങോട്ടേക്ക് വരാൻ പോവാം. അപ്പൊ അതിനുള്ള വഴി കൂടിയിട്ടാണ് ഞങ്ങൾ തുറന്നു തന്നിട്ടുള്ളത്. മാത്രമല്ല, കഴിഞ്ഞ നവംബർ 26 കാലിക്കറ്റ് വെച്ച്
ദീപിക പത്രത്തിൻ്റെ 138ാം വാർഷികത്തോടനുബന്ധിച്ച് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കർഷകന് ഞങ്ങൾക്കൊരു അവാർഡ് കിട്ടി. അത് ഞങ്ങൾക്ക് ലഭിച്ചത് ഇവിടുത്തെ ടൂറിസം മിനിസ്റ്റർ മിസ്റ്റർ മുഹമ്മദ് റിയാസിൻ്റെ കയ്യിൽ നിന്നാണ്. അപ്പോൾ അദ്ദേഹം അതിനുശേഷം ദുബായിൽ വെച്ച് കണ്ടിരുന്നു. ദുബായിൽ മറ്റൊരു പ്രോഗ്രാമായിട്ട് ഞങ്ങളോട് വെച്ച് അദ്ദേഹത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു, വയനാട് അദ്ദേഹം ഏറ്റവും കൂടുതൽ ടൂറിസമായിട്ട് ഇനി ഫോക്കസ് ചെയ്യാൻ പോകുന്ന സ്ഥലം കൂടിയിട്ടാണ് വയനാട് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നല്ലൊരു സപ്പോർട്ട് കൂടി ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇത്രയും കേട്ടതെന്ന് എനിക്ക് മനസ്സിലായി, നമ്മുടെ സർക്കാരിനും ഗുണമുണ്ട്, നമ്മുടെ നാടിനും ഗുണമുണ്ട്. ശരിക്കും വയനാട്ടുകാർക്ക് ഇതിനെ കൊണ്ട് എന്താണ് ഒരു ഗുണം? ഓക്കെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, വയനാട്ടിലേക്ക് ഒരുപാട് ആളുകൾ വരുന്നു. ഇനി ടൂറിസ്റ്റുകൾ വരാൻ വേണ്ടി പോവാണ്. കോട്ടേജിൻ്റെ പണി ഇപ്പോൾ 6 മാസത്തിനുള്ളിൽ കംപ്ലീറ്റ് ആകുമ്പോൾ കോട്ടേജിൽ ആൾക്കാർ താമസിക്കാൻ അവിടെ വിദേശികൾ വരുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങൾ ഓരോ പ്രോപ്പർട്ടി എടുക്കുമ്പോഴും അതിൻ്റെ തൊട്ടടുത്തുള്ള വില ഒരു കൂട്ടി തുടങ്ങി. ഇപ്പൊ ഞങ്ങൾക്ക് ആദ്യം ചെന്നിട്ട് വില പറയുമ്പോൾ ഇപ്പൊ ആദ്യ റേറ്റിൽ അവർ തരുന്നില്ല. ഇപ്പൊ അവിടെ മൊത്തത്തിൽ ഒരു ന്യൂസ് വന്നിട്ടുണ്ട്, ഓൾറെഡി ജസ്പേഡ് കമ്പനി മൊത്തത്തിൽ ഇങ്ങനെ ഭൂമി വാങ്ങുന്നുണ്ട്, ചെറിയ വിലക്കൊന്നും കൊടുക്കണ്ട, അവർക്ക് എന്തായാലും വേണത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു റൂമറൊക്കെ അവിടെ വന്നിട്ടുണ്ട്. അതിനനുസരിച്ച് വില അവർ കൂട്ടി തുടങ്ങിയെന്നാണ് അർത്ഥം. അപ്പൊ നാട്ടുകാർക്കും ഗുണമായി. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് നാട്ടുകാർക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി കളി കാണാൻ പോകുന്നേ ഉള്ളൂ. ഒരു 6 മാസം കഴിഞ്ഞോട്ടെ വയനാടിന്റെ പ്രതിച്ഛായ തന്നെ മാറ്റിമറിക്കാൻ പോവാം. ഇതിപ്പോ കേരളത്തിൽ മാത്രമാണോ ഈ ഒരു പ്രോജക്റ്റ്? ഇപ്പൊ ഞങ്ങൾ അറ്റ് പ്രസന്റ് കേരളത്തിലാണ്. ഞങ്ങളിപ്പോ കാരണം കേരളത്തിൽ നിന്നുകൊണ്ട് തന്നെ ഇപ്പൊ എല്ലാവരും പറയും കേരളം. ഇപ്പൊ നിങ്ങൾക്ക് വേറൊരു കാര്യം അറിയുമെന്നറിയില്ല, ഇന്നുള്ള യൂത്തന്മാര് ഒരാൾ പോലും കേരളത്തിൽ നിൽക്കുന്നില്ല. ഓസ്ട്രേലിയ, ജർമ്മനി, ഇറ്റലി. ഇപ്പൊ എന്റെ മകനുണ്ട്, അവൻ തന്നെ പഠിത്തം കഴിഞ്ഞപ്പോൾ ഇറ്റലിക്ക് അവിടെ പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് എന്താ പറയാ ആകെ ഒരു പ്രശ്നക്കാരനായിരുന്നു. പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഇപ്പൊ ഞങ്ങളെ കൂടെ തന്നെ നിർത്തിയേക്കാണ്. കാരണം കേരളത്തില് നിന്നിട്ട് രക്ഷയില്ല എന്ന് പൊതുവെ ഒരു തെറ്റിദ്ധാരണ പറഞ്ഞു പരത്തിയിട്ടുണ്ട്. ഒരു പരിധിവരെ കുറച്ച് ആയിരിക്കാം, പക്ഷെ ഞങ്ങൾ ഈ കേരളത്തിൽ നിന്നുകൊണ്ട് തന്നെ, കാരണം ഞങ്ങളുടെ 25 വർഷം ഞങ്ങളാക്കിയത് കേരളമാണ്. ആ കേരളത്തെ വിട്ടിട്ട് ഒരു കളിക്കും ഞങ്ങൾ തയ്യാറല്ല. ഇപ്പൊ സാർ പറഞ്ഞില്ലേ സാറിന്റെ മകന്റെ കേസ്, ഇതുപോലെ പല ബിസിനസ്സുകാരും ഇന്ന് ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം തന്നെ, നാളെ ഈ ഒരു കേരളത്തിലുള്ള ബിസിനസ് നോക്കി നടത്താൻ മക്കള് തയ്യാറല്ല, അവര് പുറത്തേക്ക് പോവാന്നുള്ള ഒരു പ്രശ്നമാണ് അല്ലേ? സാറിന് അറിയുന്നവര് അങ്ങനത്തെ? തീർച്ചയായിട്ടും. അതായത് പാരന്റ്സിന്റെ ബിസിനസ് ഏറ്റെടുക്കാൻ മക്കള് തയ്യാറല്ല. അവർക്ക് പുറത്ത് പോയി ആ ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, എൻ്റെ കാറ്ററിംഗ് റെസ്റ്റോറൻറ്റ് ഇവന്റ് മാനേജർ, അവന് ചെറുപ്പത്തിലെ പറഞ്ഞ എൻ്റെ മക്കള്, അയ്യോ ഞങ്ങൾ ആ വഴിക്കില്ല കേട്ടാ. പക്ഷെ അവിടെ ഞാൻ ടിസ്റ്റ് കൊണ്ടുവന്നു. കറക്റ്റ് സമയമായപ്പോൾ എന്ത് ചെയ്തു, പ്രൊജക്റ്റ് മാറ്റിയിട്ട് ഇപ്പോൾ എന്താ ബിൽഡറായി. ഓക്കെ, അപ്പം എൻ്റെ മകനുള്ള എഞ്ചിനീയർ ആണ്. അപ്പം ഞാനും എന്ത് ചെയ്തു, ഓൾറെഡി ബിൽഡറാക്കി മാറ്റിയിട്ട് അവനക്ക് സ്പേസ് കൂടെ കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇനി ഒരുപാട് യുവാക്കളും യുവതികളൊക്കെ ഇവിടെ ഉണ്ട് ജോലി അന്വേഷിച്ച് പുറത്തു പോകുന്നവർ. എനിക്കൊരൊറ്റ കാര്യം പറയാനുള്ളൂ നിങ്ങളെടുത്ത്. കാരണം അറിയോ, നിങ്ങൾക്ക് അച്ഛനമ്മയൊക്കെ ഉണ്ട് അല്ലേ? അവരൊക്കെ ഇനി നിങ്ങൾ എത്ര വിദേശത്ത് പോയിട്ട് എത്ര പണം ഉണ്ടാക്കിയാലും അവരെ പിന്നെ വാങ്ങാൻ കിട്ടും അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഒറ്റ ചോദ്യം പറയാനുള്ളൂ, അവരുള്ളിടത്തോളം കാലം അവരുടെ കൂടെ നിൽക്കാനായിട്ട് ഞങ്ങളുടെ കൂടെ നിങ്ങൾക്ക് നിൽക്കാം. അതിനുള്ള അവസരം ഞങ്ങൾ തരാം നിങ്ങൾക്ക്, ഞങ്ങളെ കൂടെ കൂടിയോ. അപ്പോൾ സാർ ഇത്രയും പറഞ്ഞതിൽ നിന്ന് എനിക്ക് ഈ ഒരു പ്രോജക്റ്റിനെ പറ്റി ഇത്രയും അറിയാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഇനി നമ്മുടെ ഓഡിയൻസിന് വേണ്ടിയിട്ട് ഇപ്പം ബിസിനസ്, സാർ നേരത്തെ പറഞ്ഞു നമുക്ക് ശരിക്കും റിച്ച് ആവണമെങ്കിൽ ഒന്നുകിൽ ബിസിനസ്സിൽ ഇറങ്ങണം. അപ്പോൾ പലരും ആ ഒരു റിസ്ക് എടുക്കാൻ തയ്യാറല്ല. മേ ബി സ്കൂളിൽ ഉള്ളൊരു ഇതുകൊണ്ടായിരിക്കാം, ആരും അതിനുള്ളൊരു പുഷ് തരാത്തതുകൊണ്ടായിരിക്കാം. അപ്പോൾ വരും തലമുറയ്ക്ക് സാറിന് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ്? എനിക്ക് എല്ലായിടത്തും പറയാനുള്ള ഉത്തരവേ ഉള്ളൂ, നമ്മളെല്ലാവരും സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? സ്കൂളിൽ പഠിക്കുന്നവരാണ്. പക്ഷേ ഈ സ്കൂള് എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചാൽ, പണ്ട് ബ്രിട്ടീഷുകാർ, നിങ്ങൾക്കറിയില്ല, പണ്ട് ഇവിടെ അഗ്രികൾച്ചറൽ ഏജ് ആയിരുന്നു, കാർഷിക യുഗം. അന്ന് ആളുകൾ പണത്തിന്റെ ആവശ്യകതയില്ല, പണം ഇല്ലെന്ന്. മത്തങ്ങ കൊടുക്കുന്നു, കുമ്പളങ്ങ വാങ്ങുന്നു, പയർ കൊടുക്കുന്നു, പരിപ്പ്, ബാർട്ടർ സമ്പ്രദായമായിരുന്നു. അതിനുശേഷം ഇവിടെ ഇൻഡസ്ട്രിയൽ ഏജ് വന്നു, വ്യാവസായിക യുഗം. അപ്പോൾ ഫാക്ടറികൾ വരുന്നു. അങ്ങനെ അന്ന് ഫാക്ടറിയിലേക്ക് തൊഴിലാളികളെ വേണം. അങ്ങനെ തൊഴിലാളികളെ കിട്ടാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ തൊഴിലാളികൾക്ക് അവർക്ക് പരിശീലിപ്പിക്കാൻ വേണ്ടി തുടങ്ങിയ സമ്പ്രദായമാണ് സ്കൂൾ. ഓക്കെ, അങ്ങനെ സ്കൂൾ തുടങ്ങുന്നു. സ്കൂളുകളിൽ അറിയാലോ, 100 വിദ്യാർത്ഥികൾ എടുത്താൽ അതിൽ 10-15 പേര് നല്ലോണം പഠിക്കും, ബാക്കിയുള്ളവർ ബാക്ക് ബെഞ്ചേഴ്സാണ്. അങ്ങനെ എന്ത് ചെയ്തു, ഈ ബാക്ക് ബെഞ്ചേഴ്സിനെല്ലാവരും തൊഴിലാളികളാക്കി. ഈ ബാക്കിയുള്ള 15% അക്കൗണ്ടന്റും മാനേജറൊക്കെ ആക്കി. അങ്ങനെ എന്താക്കി, അവർക്ക് പേരും കൊടുത്തു, എംപ്ലോയീസ്. ഓക്കെ, ഇതേ സിസ്റ്റം ഇന്നും തുടരുന്നു. പണ്ട്
ഫാക്ടറിയിൽ സൈറനായിരുന്നെങ്കിൽ ഇന്നും നമ്മുടെ ഓഫീസിലുണ്ട്. അവിടെ വെച്ച് ഓഫീസ് മറ്റേ സൈറന് പകരം പഞ്ചിങ് മെഷീൻ, അത്ര വ്യത്യാസം വന്നിട്ടുള്ളൂ. കാരണം ആ തൊഴിലാളികൾ ഞാൻ ബോസാ, ഞാൻ പറഞ്ഞത് കേട്ടോളണം. പക്ഷേ അതുകൊണ്ട് നമ്മൾക്ക് ഒരിക്കലും വലിയ ഒരു ജോലി ചെയ്ത് ശമ്പളം മേടിച്ചിട്ടൊക്കെ അവിടെ എത്താൻ പറ്റില്ല. അപ്പം എനിക്ക് ഇവരോട് പറയാനുള്ളത്, ഇവിടെ നിങ്ങൾക്ക് ഒരു ഈ ജോലി ചെയ്തുകൊണ്ട് തന്നെ ഇപ്പം ചെയ്യുന്ന ജോലിയിൽ നിന്ന് ചെറിയൊരു എമൗണ്ട് മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് ഈ പ്രൊജക്റ്റിന് ഭാഗമാകാം. ഓപ്ഷൻ നമ്പർ 1 അതാണ് കേട്ടോ. 2, നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ നിന്നുള്ള വരുമാനം മാറ്റി വെക്കാനില്ലെങ്കിൽ പാർട്ട് ടൈം ജോബ് ഞങ്ങൾ തരാം. ഈ റിയൽ എസ്റ്റേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിലൂടെ ലക്ഷങ്ങളും കോടികളും വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു അവസരം കൂടെ ഞങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതും ഫ്രീലാൻസ് ആയിക്കൊണ്ടാണ്. അപ്പോൾ അതിനുള്ള അവസരം കൂടിയിട്ടുണ്ട്. അപ്പോൾ ജീവിതം ജീവിച്ച് തീർക്കാനുള്ളതാണ്, അതും എൻജോയ് ചെയ്തുകൊണ്ട് തന്നെ. അപ്പോൾ അതിനുള്ള അവസരം, ഇപ്പോൾ നമ്മളെപ്പോഴും പറയാറുണ്ട്, ദരിദ്രനായി ജനിച്ചത് നിങ്ങളുടെ കുഴപ്പമല്ല, പക്ഷേ ദരിദ്രനായിട്ട് മരിക്കുന്നെങ്കിൽ അത് നിങ്ങളുടെ മാത്രം കുഴപ്പമാണ്. അതുകൊണ്ട് സമ്പന്നതയുടെ വിരിമാറിലേക്ക് നിങ്ങളേവരെയും ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സർ. അപ്പം ഇത്രയും സമയം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതിൽ ഒരുപാട് നന്ദി. എല്ലാവിധ ആശംസകളും നേരുന്നു സാറിൻ്റെ ഈ ഒരു പ്രോജക്റ്റ് സക്സസ്ഫുൾ ആയിട്ട് ഇനിയും ഒരുപാട് നാൾ പോട്ടെ, ഒരുപാട് പേർക്ക് അതിലൂടെ ഒരു പുതിയ ജീവിതം ഉണ്ടാവട്ടെ. താങ്ക് യു. Like, subscribe and press bell button. Stay tuned for more videos.